വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളിക്കടുത്ത് മഞ്ഞുമല്ലിൽ ഒരു 4 BHK വീടുമായിട്ടാണ്. എല്ലാ പ്രൈം ലൊക്കേഷനിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 4 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട്. കോമ്പിനേഷൻ എലിവേഷനിൽ 2 സ്ലോപ്പിംഗ് റൂഫോട് കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. എലിവേഷന് ഭംഗി കൂട്ടാനായി പാനലിംഗ് വർക്കും ക്ലാഡിംഗ് ടൈലും സിലിണ്ടറിക്കൽ ലൈറ്റും ടെക്സ്ചർ പെയിൻറ്റും CNC കട്ടിങ്ങും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 2 വീടുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതിലെ ആദ്യത്തെ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 3.6 മീറ്റർ ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്ന ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് നെറ്റും ക്യൂബ് കട്ടിങ്ങും ഒക്കെയുള്ള ഒരു വളരെ മനോഹരമായ കോമ്പൗണ്ട് വാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയും കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ പടിഞ്ഞാറ് വശത്താണുള്ളത്. 8.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. എലിവേഷന് ഭംഗി നൽകാൻ ഇവിടെയെല്ലാം തന്നെ ക്ലാഡിംഗ് ടൈൽ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണ്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും കൂടാതെ ഒരു പൈപ്പിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്, അതായത് കിഴക്ക് ഭാഗത്ത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്, അതായത് തെക്ക് വശത്ത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഫ്രെയിം ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വളരെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ചെറിയ രീതിയിൽ പാനലിങ്ങും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സീലിംഗ് വർക്കാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഡെക്ക സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷന് പാനലിംഗ് വർക്കും വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു പാനലിംഗ് വർക്കാണ്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. 9 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായി ചെയ്ത ഒരു സീലിംഗ് വർക്കാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി കുറച്ച് വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വ്യത്യസ്തമായ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിലുടനീളം കാണാൻ സാധിക്കുന്നത്. വി ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു കോർണറായിട്ട് ചെയ്തിരിക്കുന്ന വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡും പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തും ഇവിടെയായിട്ടും ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ക്ലോസ്ഡ് കിച്ചൺ ആണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയായിട്ടും വളരെ മനോഹരമായി ചെയ്ത ഒരു ഫ്രെയിം വർക്ക് കാണാം. നമുക്ക് ഒരു ഫോട്ടോയൊക്കെ ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കും. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് മനോഹരമായി ചെയ്ത ഒരു ഡോറ് കാണാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഗ്ലോസി ടൈൽ തന്നെയാണ് കിച്ചണിലും നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു കിച്ചണിൽ ഇവിടെയായിട്ട് അത്യാവശ്യം മനോഹരമായി ചെയ്ത ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. 7.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സിങ്കും കൂടാതെ കൗണ്ടർ സ്പേസും എല്ലാം നമുക്ക് ഈ ഒരു കിച്ചണിലും ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വളരെ വിശാലമായ ലിവിങ് സ്പേസ് വരുന്നത്. 17 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തന്നെ വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 11 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായി ധാരാളം ഡക്കർ സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിൻ്റെ ഡോറും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 9 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 20 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ഉം ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 350 മീറ്റർ, കാക്കനാടേക്ക് 8.4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 4.9 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോയിലേക്ക് 3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 3.8 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 3.5 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.